അസ്സലാമു പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കള്ളത്തരീക്കത്തിനെ പറ്റിയും എന്നതുപോലെ തന്നെ ഉഡായിപ്പ് കറാമത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അത് ചില ആളുകൾക്ക് രസിക്കാതെ വരികയും ഞാൻ ആ പറഞ്ഞതിനെ വിമർശിക്കുന്നതിന് പകരം എന്നെ വിളിച്ച് ഒരു വ്യക്തി വളരെ തെറി പറയുക ചെയ്തിട്ടുണ്ട്. അത് അയാൾ പറഞ്ഞ രൂപത്തിൽ പറയാൻ എൻ്റെ നാവ് വിലങ്ങും, പക്ഷേ നമ്മുടെ സംസ്കാരം യോജിക്കുന്നില്ല. പണ്ട് നാട്ടികുസ്താദൊക്കെ പറയലുണ്ട്, നെതുവത്തുകാരോട് പറയാൻ എൻ്റെ നാവ് വിലങ്ങും, എൻ്റെ സംസ്കാരം യോജിക്കണില്ല എന്ന് പറഞ്ഞ അതേ ശൈലിയിൽ ഞാൻ പറയട്ടെ. ഇവിടെ ഉള്ള ഉഡായിപ്പും കള്ളത്തരീക്കത്തും ഒക്കെ ചിലവാകുന്ന ഒരു ചന്തയാണ് ഈ കുരുവട്ടൂരികൾ. എത്രത്തോളം ഇവരൊക്കെ എന്താ പറയണത്, ഇവിടെ ഈ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, ഈ ഫിക്ക് വലിയ രൂപത്തിൽ നല്ല രൂപത്തിൽ ഫിക്കൊന്നും പഠിക്കണ്ട, അതിനൊന്നും വലിയ സ്ഥാനമാനം ഇല്ലാന്ന് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഗസാലി ഇമാമിൻ്റെ വരെ കളവ് പറഞ്ഞ ആളുകളത്. അത് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് ഇവൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് മറുപടി കൊടുക്കുന്നത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പറഞ്ഞു, അന്നെ പറഞ്ഞു, മക്കളെ, നമ്മുടെ ഷാഫി മദ്ഹബില് ഫിഖ്ഹിന്റെ കിതാബിന് പ്രധാനമായി തുടക്കം കുറിച്ച ആളാണ് ആര്? ഇമാം ഗസാലി തന്നെ. ഇൽമുൽ ഫിഖ് തന്നെ. ആ ഗസാലി ഇമാം തന്നെ ഇഹ്യ എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഫിഖ്ഹിൽ വല്ലാതെ കെട്ടി പറഞ്ഞു കൂടണ്ട, ഫിഖ്ഹൊക്കെ പാകത്തിന് പോയാൽ മതി. വെറും ഫിഖ് പറഞ്ഞ് നേരം കഴിഞ്ഞാൽ ആഖിറല്ലാതെ ഗസാലി ഇമാം പറഞ്ഞത്ര നിങ്ങൾ ഫിക്കിൻ്റെ മേൽ വല്ലാതെ കെട്ടിമറിയണ്ട, ഫിക്കൊക്കെ പാകത്തിന് പോയാൽ മതി. ഇവിടെ ഇബാദത്ത് പഠിക്കണമെങ്കിൽ ഫിക്ക് അറിയണ്ടേ, ഇത് അറിയണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പം ഈ സമത് പറയുന്നത്, ഈ കുരുവട്ടൂരി പറയുന്നത്. ഇപ്പം ഇതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെന്താണ് വലിയ തെറ്റുകാരായി മാറും. ആരെ ഈ ചോട്ടകൾ അതിനൊക്കെ ഏൽപ്പിച്ചത്? ഇതാണ് നമ്മൾ ആലോചിക്കണേ. അത് ശരിക്കും സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നമ്മളെ കിതാബിന്റെ കത്ത് അഖിലാക്കിൽപ്പെടുന്ന എല്ലാം നമ്മുടെ കിതാബിലുണ്ട്, ഹദീസിലുള്ളതൊക്കെ അതിലുണ്ട്. അതിന്റെ അപ്പുറം ഏതെങ്കിലും ഷെയ്ഖുമാർക്ക് വരുന്ന കെഷ്ഫ് എന്നത് സത്യമാകാം. എല്ലാ കെഷ്ഫും മോശമെന്ന് പറയുന്നത്, കെഷ്ഫൊക്കെ നല്ലതാ, തെളിഞ്ഞ മനസ്സിന്റെ അകത്ത് വരുന്ന കെഷ്ഫ് സത്യമാണ്. പക്ഷേ അത് അവർക്ക് മാത്രം സത്യമാണ്, കുറ്റത്തല്ല. സ്വീകരിക്കാൻ നിർബന്ധമില്ല. സ്വീകരിക്കാൻ നിർബന്ധമായ ഇൽമിനെ കുറ്റം പറയാൻ പറ്റുമോ? അതിന്റെ പേരില് ഫർദ് ഇൽമിനെ കുറ്റം പറയാൻ പറ്റുമോ? അതിന്റെ പേരില് ആയത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ നിർബന്ധമായ കുറ്റത്തായ ഇൽമല്ലേ വിലമായിന്റെ ഇൽമ്, ചൊല്ലിപ്പഠിക്കുന്ന ഇൽമ്. ആ ഇൽമാണെങ്കിൽ സുബ്ഹ് നിസ്കരിച്ച ശേഷം നമ്മുടെ നാട്ടിലെ ഒരു മുദരിസ് സുബ്ഹ് സലാം വീട്ടിയിട്ട് അദ്ദേഹം ദർസിനിരുന്നാൽ അസറിന്റെ നേരം കഴിഞ്ഞ് അസറും കഴിഞ്ഞ് മഗ്രിബിൽ എല്ലാവരും ദർസിനോടുമ്പോ അപ്പഴും ദർസ്, രണ്ടാം ദർസിൽ കുട്ടികൾ ചോറ് ചെന്നിട്ട് വീണ്ടും ദർസായിട്ടല്ലേ 10-25 കുട്ടികളുടെ ഒരു മുദരിസ് അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ ഈ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നത്. ഈ വിനിയോഗിക്കുന്ന മുദരിസ് അയാൾ പഠിപ്പിക്കുന്ന ഇൽമ മുഴുവൻ ഇൽമല്ല, അതൊക്കെ വിലയില്ലാത്ത ഇൽമാണ്. എന്തിനായി പറയുന്നത്? ഗസാലി ഇമാം പറഞ്ഞതുപോലെ എവിടെയാണോ പറഞ്ഞത്? ഏത് കിതാബിലാണ് ഗസാലി ഇമാം എന്ന് പറഞ്ഞത്? നിങ്ങൾ ഗസാലി ഇമാമിന്റെ കിതാബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടവരാണ് ഇവിടുത്തെ ആലിമീങ്ങളൊക്കെ. ഗസാലി ഇമാമിന്റെ ഏത് കിതാബിലാ പാഴാക്കി എന്ന് പറയുന്നത്? പാഴാക്കി എന്ന് പറയുന്നത് ഫലപ്രദമല്ലാത്ത രീതിയിൽ അദ്ദേഹം ഫൽസഫയും അനിവാര്യമല്ലാത്ത രീതിയിൽ അദ്ദേഹം പല ഇൽമുകളുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ചാണ്. ഫൽസഫന്റെ ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. ഫൽസഫന്റെ ഇൽമു ഭൗതിക വിജ്ഞാനമാണ്. ഭൗതിക ശാസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനം കൊണ്ട് അദ്ദേഹത്തിന് തോന്നാൻ പാഴാക്കിയത്. പക്ഷേ നമ്മൾ പറയുന്നു പാഴാക്കിയിട്ടില്ല. അദ്ദേഹം അത് സമർപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അഖീദന്റെ ബാബിലുള്ള സമർപ്പിതമായ തത്വങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് വരാത്ത പുതിയ പുതിയ പുത്തൻവാദികൾ വന്നപ്പോൾ പോലും നമുക്കത് വിശദീകരിച്ച് ഗണ്ണിക്കാൻ സാധിച്ചത് മഹാനുടെ വിശദീകരണം കൊണ്ടും സമർത്ഥനം കൊണ്ടുമാണ്. അങ്ങനെയുള്ള ഇൽമുകളെ പറ്റി അദ്ദേഹം പറഞ്ഞതല്ലാതെ ഫിഖ്ഹിന്റെ ഇൽമിനെ പറ്റി പാഴാക്കി എന്ന് പറഞ്ഞിട്ടില്ല. തസവുഫിന്റെ ഇൽമിലെ ദീനിയാത്തിനെ പറ്റി പാഴാക്കി എന്ന് പറഞ്ഞിട്ടില്ല.
നമ്മൾ പ്രാധാന്യം നൽകുന്നത് തഫ്സീറും ഹദീസും ഫിഖ്ഹുമല്ലേ? ദീനീ ഉലൂമ്. ആ ഉലൂമിനെ പാഴാക്കി എന്ന് പറയാമോ? അത് ഹുജ്ജത്തല്ലേ? ഉലമാവിനെ സ്വീകരിക്കൽ നിർബന്ധമല്ലേ? ഉലമാവ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളല്ലേ? ആ ഉലമാവിന് അപ്പുറമുള്ളതാണ് നിങ്ങൾ പറയുന്ന മഅരിഫത്തും നിങ്ങൾ പറയുന്ന ഇൽമുമെങ്കിൽ അത് വിലവെക്കപ്പെടുക തന്നെയില്ല. ഇതിന്റെ ത്രാസിൽ, ഇതിന്റെ പ്രാമാണികതയിൽ ശരിയാണെങ്കിൽ മാത്രമേ ആ ശരിയെടുക്കൂ, അല്ലെങ്കിൽ ശരിയെടുക്കില്ല. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഇസ്ലാമിന്റെ നയം. അതെല്ലാവരും സമ്മതിക്കണം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, റസൂലുള്ള പഠിപ്പിച്ച ഇൽമ് പഠിപ്പിച്ചിട്ട്. അപ്പോൾ ഇതാണ് മൗലാന പറഞ്ഞത്. അള്ളാൻ്റെ റസൂല്, സഹാബത്ത്, സലഫുസാലിഹ്യങ്ങൾ ഇവിടെ എന്ത് കാണിച്ചു എന്നാൽ അത് പിന്തുടരാം. ഇപ്പോൾ പൊട്ടിമുളക്കുന്ന ഈ പുതിയ തെരീക്കത്തിൻ്റെ ആളുകൾ ഇവരിവിടെ എന്തിനാണ് ഇവിടെ ഗസാലിമാവിനടക്കം ചീത്ത പറയുന്ന ആൾക്കാർക്ക് പിന്നെ എന്താ നാടൻ മറ്റുള്ളവരെ ചീത്ത പറയുന്നതിന്, ഉസ്താദുമാർ ചീത്ത പറയുന്നതിന്? അവർ ഉസ്താദുമാരാണല്ലോ. ഇപ്പോൾ സുലൈമാൻ മൂല്യരും എന്നതുപോലെ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരൊക്കെ ഇവരൊക്കെ ചീത്ത പറയില്ല. എന്നിട്ട് ഇപ്പം പിന്നെ പറയണ എന്താണ്, നിങ്ങൾക്ക് നിങ്ങൾ ഉസ്താദുമാരെ പൊരുത്തക്കേട് പറ്റി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി? ഇനി ഇവിടെ വലിയ ഷേഖായിട്ട് കണ്ണിയത്തിനല്ല ഈക്കനെ കാണേണ്ടിയിരുന്നു എന്ന് ആരെ പറയണത്? ഇതുവരെ തെറി പറഞ്ഞ ആൾക്കാരോ? എന്നിട്ട് ഒരു ഇത് എന്താണല്ലോ, ഈ ഈക്കൻ്റെ ഈ ഉസ്താദിൻ്റെ ഉസ്താദ് ഇങ്ങനെ കൂട്ടിയിട്ട് പറയണത് ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണ് ഇ കെ ഉസ്താദ്. അപ്പോൾ ഇ കെ ഉസ്താദിനെ എന്താണ് നിങ്ങൾ ബഹുമാനിക്കണം, അത് നിങ്ങൾ ബഹുമാനിക്കണില്ല എന്ന്. ഈ ഓക്കെ ഉസ്താദിൻ്റെ എത്രയോ കാലം ഓക്കെ ഉസ്താദിൻ്റെ നേരെയുള്ള ഈ ഉസ്താദ് മൗലാന മർഹൂം താജുൽ ഉലമ സദഖത്തുൽ ഉസ്താദ് 8 കൊല്ലത്തോളം അത് ഇവനറിയില്ല. അപ്പോൾ കുരുവട്ടൂരി പറയുന്നത് ഞങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ കുരുവട്ടൂരി പറയണത് എന്തെന്നറിയോ, ഇവിടെ ഉസ്താദിൻ്റെ ഉസ്താദ് ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദ് ഇ കെ ഉസ്താദ് നിങ്ങൾ ബഹുമാനിക്കണുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദ് 8 കൊല്ലത്തെ ഉസ്താദാണ് സദഖത്തുൽ ഉസ്താദ്. ഈ സദഖത്തുൽ ഉസ്താദിനെ കുരുവട്ടൂരി അംഗീകരിക്കണ്ടോ എന്ന് ഞങ്ങൾ വേറെ ചോദിക്കും. എന്നാൽ ഇവിടെ ഉള്ള സുന്നി പ്രസ്ഥാനങ്ങൾ മുഴുവനും, ഇവിടെയുള്ള സംഘടനകൾ, സമസ്തയാവട്ടെ സംസ്ഥാനമാവട്ടെ, ഇവരൊക്കെ ഈ ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദുള്ള സാധ്യത എന്ന ചെറുശ്ശേരിൻ്റെ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്. എന്നതുപോലെ ഏപ്പിൻ്റെ ഉസ്താദാണ് ഓക്കെ ഉസ്താദ്. ഈ ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണ് സദഖത്തുൽ ഉസ്താദ്. സദഖത്തുൽ ഉസ്താദ് ഓക്കെ ഉസ്താദിനെ പറ്റി പറഞ്ഞ എന്താണ്, ഏന്തിൻകുട്ടിയാർ നയിച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയതാണ്. നയിച്ചിട്ടാണ് ഉണ്ടാക്കിയാണ്. 8 കൊല്ലത്തോളം ഈ സദഖത്തുൽ ഉസ്താദിൻ്റെ ഈ പരിഗണനയിൽ മൂപ്പര് പഠിച്ചിട്ടുണ്ടാക്കിയതെന്നാണ് പറയല്. അപ്പോൾ ഈ ഉസ്താദന്മാരൊക്കെ എല്ലാവരും സിൽസിലൊന്നാണ്. ഇപ്പം ഇവരെ തെരീക്കത്ത് ഏതാണ്? ഇവിടെ സുന്നികളെ തെരീക്കത്ത് ഈ സിൽസിലൂടെ റസൂലുള്ളാഹിയിലേക്ക് എത്തുക. അപ്പോൾ ഇവർ കാണിച്ച ഈ മാർഗ്ഗമാണ് സത്യമായ മാർഗ്ഗങ്ങൾ. മറ്റൊക്കെ വഹാബിസാണ്, കള്ളത്തെരീക്കത്തുകളാണ്. അവരൊക്കെ വഹാബിസത്തിനോട് ചൂട്ട് പിടിക്കുന്നത്. അതിന് ഉസ്താദന്മാർ ചീത്ത അറിയുന്നവർ പിന്നെന്ത് സുന്നിയ, എന്ത് മുസ്ലിമാ, എന്ത് തെരീക്കത്താ? മുസ്ലിമീങ്ങളെ ചീത്ത പറയുന്നവർ, സ്വന്തം ആൾക്കാരെ നായ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ, എന്നെ വിളിച്ചതാണ് നേരിട്ട് ഇങ്ങനത്തെ ആളുകൾ ഫോണിലൂടെ വിളിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് സുന്നിയ, ഇവർക്ക് എന്ത് സുന്നി, എന്ത് ഇസ്ലാം, എന്ത് മതം? ഇത്രയും പ്രളയങ്ങളും മറ്റുള്ളതൊന്നും വന്നിട്ട് ഇവർ പഠിച്ചില്ലെങ്കിൽ എന്നാ പഠിക്കുക? പരസ്പരം അങ്ങോട്ടും ചീത്ത പറഞ്ഞ് ഇതാക്കി അവനാൻ്റെ ആഹാരം രക്ഷപ്പെടാൻ നോക്കിക്കൂടെ? നാവ് സൂക്ഷിച്ചൂടെ? അല്ലാഹ് ഇത്തരം ആളുകൾ ഷെറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.